ജോലിക്ക് പോകാൻ ഇത്രയും ആഗ്രഹം മനസ്സിൽ വെച്ചിട്ടാണോ നീ ഇങ്ങനെ കഷ്ടപ്പെട്ട് വീട്ടിലിരിക്കുന്നത്? അതെ, എൻ്റെ ഫ്രണ്ട് വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയിൽ നല്ലൊരു വേക്കൻസി ഉണ്ട്. അതെന്തായാലും നിനക്ക് പറ്റും. പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ അമ്മയും അച്ഛനും നോക്കുന്നത് പ്രശ്നമാണെന്നാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ തൽക്കാലം വീട്ടിലിരിക്കാം, നീ ജോലിക്ക് പോ. പിന്നെ ഇതൊരു നല്ല കമ്പനി ആയതുകൊണ്ട് ഉറപ്പായിട്ട് നിനക്ക് എനിക്ക് കിട്ടുന്നതിനേക്കാളും കൂടുതൽ ശമ്പളവും കിട്ടും. പിന്നെ ഇത് മാത്രമല്ല, ഇത്രയും ക്വാളിഫിക്കേഷൻ ഒക്കെ വെച്ചിട്ട് സ്വന്തം ഭാര്യ ഇങ്ങനെ വീട്ടിൽ ഒതുങ്ങി കൂടാന്ന് പറയുമ്പോൾ അതെന്തായാലും ഭർത്താവ് മനസ്സിലാക്കണ്ടേ? അതുകൊണ്ടേ നീ ജോലിക്ക് വയ്ക്കോ, കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഞാൻ വീട്ടിൽ നിന്നോളാം. അത് നല്ലൊരു ഐഡിയ ആണല്ലോ. എന്നാ പിന്നെ ഞാൻ പോയി തുടങ്ങാല്ലേ? പോയി തുടങ്ങാല്ലേന്നോ? പോകണം. ആ, നല്ലൊരു ഞായറാഴ്ച ആയിട്ട് നീ എന്താ ആലോചിക്കുക? അവിടെ താഴെ എല്ലാവരും ടി വി ആണ്. വാ. ടി വി കാണാനുള്ള മൂഡൊന്നുമില്ല. ഇന്ന് രാത്രി വരെ ചെയ്താലും തീരാത്ത വർക്കുണ്ട്. അതെങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്നുള്ള ടെൻഷനില്ല. എടി, നീ ഒരാഴ്ചയിൽ 6 ദിവസം അവിടെ ഇരുന്ന് പണിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ദിവസം പോലും നിനക്ക് റെസ്റ്റ് എടുക്കാൻ സമയമില്ല. റെസ്റ്റ് എടുത്ത് അങ്ങോട്ട് ചെന്നാ മതി. എന്നിട്ട് വേണം അയാളെ വായിലുള്ള മുഴുവൻ കേൾക്കാൻ വേണ്ടിയിട്ട്. ഭയങ്കര സാധനമാണ് ഞങ്ങളുടെ മാനേജർ. നല്ല റിസ്ക് ആട്ടാ. രാവിലെ പകുതി ഭക്ഷണം കഴിച്ച് പകുതി ഉറങ്ങിയിട്ടൊക്കെയാണ് അവിടെ എത്തുന്നത്. എന്നിട്ടോ ഒരു ചായ കുടിക്കാൻ പോലും അവിടെ സമയം കിട്ടില്ല. 11 മണിക്ക് 5 മിനിറ്റ് കിട്ടിയാ കിട്ടിയില്ലെങ്കില്ല. അതാണ് അവസ്ഥ. വൈകുന്നേരം വരെ ചക്രശ്വാസം വലിച്ചോണ്ട് അവിടെ പണിയെടുക്കുന്നത്. ഇരുന്ന് മനുഷ്യന് നടു മൊത്തം നീരായി. ഒന്ന് നിവർന്നൊന്ന് നിന്ന് റിലാക്സ് ചെയ്യാൻ പോലും പറ്റൂല. അത്രമാത്രം തിരക്കാ. 24 മണിക്കൂർ ഉണ്ടാവും പേപ്പർ വർക്ക്. ദൈവമേ, ഇതിപ്പോ നീ തുടങ്ങിയിട്ടല്ലോ, അതിന്റെ ഒരു പ്രശ്ന. ഇതിനിപ്പോ സ്ഥിരം അങ്ങോട്ട് ശീലായിക്കോളും. ഇതിനേക്കാളും ഭേദം പിള്ളേരെ നോക്കി വീട്ടിലിരിക്കുകയായിരുന്നു. അതാവുമ്പോ എന്ത് രസമായിരുന്നു അറിയോ. ഇതിപ്പോ ആ രജിസ്റ്ററിൽ നിന്ന് ഒപ്പിട്ട നേരം തുടങ്ങും വർക്ക് എന്ന് പറഞ്ഞിട്ട്. ഇവിടെയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഹോർലിക്സ് കുടിക്കാം, ചായ എടുത്ത് കുടിക്കാം, സുഷമേന്റെ വീട്ടിൽ പോണം പോവാ, ശീതളുടെ വീട്ടിൽ പോണം പോവാ. ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. എത്ര നേരം വേണേലും ഉറങ്ങാം. അത് കഴിഞ്ഞ ടി വി. എന്ത് രസമായിരുന്നു അറിയോ. ഇതൊക്കെ അവിടെ കിട്ടുവോ? എന്റെ ഏട്ടാ, ഒരാളെ കീഴിൽ പോയി വർക്ക് ചെയ്തിട്ട് ഒരു 10,000 രൂപ ഉണ്ടാക്കാന്ന് വെച്ചാലേ അത് നല്ല കഷ്ടപ്പാട്. അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയൂ. പിന്നെ വേറെ ഒരു നിവൃത്തിയില്ലാത്തോണ്ടാ ഞാൻ പോണത്. അതൊക്കെ ശരിയാണ്, പക്ഷെ നമുക്ക് മക്കളുടെ ഭാവി നോക്കണ്ടേ? മക്കളുടെ ഭാവി മാത്രമാണോ? അച്ഛന്റെയും അമ്മേന്റെയും ഭാവി കൂടി നോക്കണ്ടേ? ഇപ്പൊ നിങ്ങളും വീട്ടിലിരിക്കുന്നില്ല, നിങ്ങളുടെ കാര്യം നോക്കണ്ടേ? വീട്ടിലെ ചെലവുകളില്ല. നിങ്ങളുടെ എല്ലാവരുടെയും ഭാവി എന്റെ വർത്തമാനത്തെ ഡിപ്പെൻഡ് ചെയ്തല്ലേ ഇരിക്കുന്നത്. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ പോകുന്നത്. വേറെ എന്തെങ്കിലും നിവൃത്തി ഉണ്ടാകുകയാണെങ്കിൽ റിസൈൻ ചെയ്ത് ഞാൻ വീട്ടിലിരിക്കുകയായിരുന്നു. എന്നാലും എന്റെ മനുഷ്യ, ഇത്രയും കാലം വർക്ക് ചെയ്തല്ലേ, കുറച്ച് പറമ്പ്, എന്തെങ്കിലും കുറച്ച് സ്ഥലം, നമുക്ക് ബിസിനസ് ചെയ്തിട്ട് ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് പ്ലോട്ടൊക്കെ ഒന്ന് വാങ്ങി ഇട്ടൂടായിരുന്നു. എന്നാ പിന്നെ ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? ഇതിപ്പോ എന്തായാലും നീ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, നമുക്കേ ഒരു 1.5 വർഷത്തിൽ നീ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ വാങ്ങാം. എന്നിട്ട് നമുക്ക് സ്വന്തമായിട്ട് ഒരു ബിസിനസ് തുടങ്ങാം. പിന്നെ നീ വീട്ടിലിരുന്നോ. അതന്നെയാണ് എന്റെ മനസ്സിലുള്ള പ്ലാന്. പക്ഷെ ബിസിനസ് ഒക്കെ തുടങ്ങി കഴിയുമ്പോഴേ നീ മാത്രം വീട്ടിലിരിക്കാന്നുള്ള പരിപാടി മാറ്റണം. നമ്മൾ 2 ആൾ ഇരിക്കേണ്ടി വരും, എന്നാലേ കാര്യങ്ങൾ നടക്കൂ. ഞാൻ ഓഫീസിലേക്ക് രാവിലെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് വരുമ്പോഴേ റോഡ് സൈഡ് കുറച്ച് നമ്മുടെ കച്ചവടത്തിന് അനുയോജ്യമായ സ്ഥലങ്ങളൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. അതെങ്ങനെയെങ്കിലും വാങ്ങുക, കച്ചവടം തുടങ്ങുക, വീട്ടിലിരിക്കുക. അതന്നെ. ഇതാട്ടോ പലചരക്കടയിലെ ബില്ല്. എത്ര സാധനങ്ങൾ? ഓ, സാധനങ്ങളൊക്കെ വാങ്ങി. ഈ ബില്ല് കാണുന്ന മനുഷ്യരുടെ ടെൻഷനാണ്. 11,500. ആ, നീ കഴിഞ്ഞ മാസം കാണിച്ച ബില്ലില്ലേ, അതിലെ സാധനങ്ങൾ മാത്രമേ മാറ്റുള്ളൂ. ഒരു സാധനം പോലും എക്സ്ട്രാ ഇല്ല. ആ, പിന്നെ ഇവിടെ എല്ലാവർക്കും ബ്രഷ് വാങ്ങണ്ടേ. അപ്പൊ ഞാൻ അയാളോട് ചോദിച്ചു ഒരു 50 രൂപന്റെ ബ്രഷ് തരാൻ. അപ്പൊ പുള്ളിനോട് പറഞ്ഞു നീ വാങ്ങുന്നത് 200 രൂപന്റെ ബ്രഷാണ്. അങ്ങനെ 5 വാങ്ങി. അത് തന്നെ 1000 രൂപ. അതാ പൈസ കൂടിയത്. എന്നാൽ ഇപ്രാവശ്യം 200 രൂപന്റെ ബ്രഷ് വാങ്ങണ്ടായിരുന്നു. 50 രൂപയിൽ ഒതുക്കിയാൽ മതിയായിരുന്നു. ഈ പിസ്തയും പാസയും കട്ടിയായിരുന്നു കേട്ടാ. പിള്ളേർക്ക് പാസ കഴിക്കുമ്പോഴേ ചെറുതായിട്ട് വയറുവേദന വരുന്നുണ്ടോ എന്നൊരു സംശയം. പിസ്ത കഴിക്കണമൊന്നുമില്ല, അത് അവിടെ ഇട്ടിട്ട് കളയുക. അടുത്ത മാസം മുതൽ അതൊന്ന് കട്ടയാണ്. പൈസ
ഇല്ല, കൊടുത്തിട്ടില്ല. നമ്മൾ അറിയുന്ന ആളല്ലേ. നിന്റെ നമ്പർ ഒന്ന് വൈകുന്നേരം ഗൂഗിൾ പേ ചെയ്താൽ മതി. ഏട്ടാ, ആ റൂമിൽ ഫാൻ്റെ സൗണ്ട് അല്ലേ കേൾക്കുന്നത്? എന്തിനാ അനാവശ്യമായിട്ട് ഇങ്ങനെ കറണ്ട് കളയുന്നത്? അതൊന്ന് ഓഫാക്ക്. ഇത് അവിടെ ലൈറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കാണാൻ മനുഷ്യൻ നെഞ്ച് പടയ്ക്കാ. ഇതൊക്കെ പൈസയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ, നീ എന്തായാലും പറഞ്ഞു നന്നായി. ഞാൻ ആ കാര്യം മറന്നുപോയതാ. കറണ്ട് ബില്ല് വന്നിട്ടുണ്ട് 1840 രൂപ. ഞാൻ കൊണ്ടുതരാം, അടച്ചേക്കണേ. എത്ര? 1840. 1840 രൂപയോ? നിങ്ങൾ ഇത് ഇത്ര സിമ്പിൾ ആയിട്ട് പറയുന്നത്? ഇതെന്താ ഫാക്ടറി ആണോ? വീടല്ലേ? കറണ്ട് ഉപയോഗിക്കുമ്പോ നോക്കി കണ്ടൊക്കെ ഉപയോഗിക്കണ്ടേ? കഴിഞ്ഞ മാസം വന്ന എമൗണ്ട് തന്നെയാണ് ഇപ്രാവശ്യം വന്നിരിക്കുന്നത്. നീ ഉപയോഗിച്ചതിനേക്കാളും 1 യൂണിറ്റ് പോലും ഞങ്ങൾ കൂടുതൽ ഉപയോഗിച്ചിട്ടില്ല. ആണെങ്കിലും പൈസ വല്ല മരത്തിലും കായ്ക്കണേ. മോളെ പാലിന്റെ പൈസ കൊടുക്കണേ. അതിന് എത്ര പെട്ടെന്ന് ആയോ പാലിന്റെ പൈസ കൊടുക്കാൻ? പിന്നല്ലാതെ സാധാരണ ഈ ഡേറ്റിനല്ലേ കൊടുക്കല്? ആ, ഞാൻ തരാം. ആ പൈസ ആ വഴിക്കുമ്പോ. ഇല്ല, വൈകില്ല. ഞാൻ ഇന്ന് തന്നെ സെൻഡ് ചെയ്യാം. ആ ശരി. നീ കറണ്ട് ബിൽ അടച്ചു കഴിഞ്ഞോ? ഇത് അടച്ചോണ്ടിരിക്കയാ. എന്നാ പെട്ടെന്ന് അടക്കി. വേറൊരു കാര്യമുണ്ട്. എന്ത് കാര്യം? നിങ്ങൾ എന്താ എവിടെന്നെങ്കിലും പൈസ കടം വാങ്ങിയോ? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം പറഞ്ഞേക്കാം. നിങ്ങളല്ലാതെ എങ്ങനെയെങ്കിലും കൊടുത്തേക്കണം. എന്നോട് ചോദിക്കരുത്. രാവിലെ മുതൽ ഇതിനു വേണ്ടി ഇങ്ങനെ പൈസ വാങ്ങിക്കൊണ്ടേ ഇരിക്കുക. ഞാൻ ഇതൊക്കെ എവിടെ നിന്ന് എടുത്ത് തരാൻ വേണ്ടിട്ടാ? ഞാൻ കടം വാങ്ങിയതല്ല. കഴിഞ്ഞ മാസം ഞാൻ നിന്റെ കയ്യിൽ കുഞ്ഞിന്റെ സ്കൂൾ ഫീസ് അടയ്ക്കാൻ പൈസ തന്നില്ലേ? അത് നീ അടച്ചോ? ഇല്ല, ഞാൻ അടച്ചില്ല. മേമേന്റെ മോളുടെ നിശ്ചയം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ കുറെ ആക്സസറീസ് ഒക്കെ വാങ്ങാണ്ടായിരുന്നു. ആ പൈസ ആ വഴിക്ക് അങ്ങോട്ട് പോകും. ആ, എന്നാ പിന്നെ ഫൈനും ചേർത്ത് അടച്ചോ. കുഞ്ഞിന്റെ സ്കൂളിൽ നിന്നാണ് വിളിച്ചത് ട്യൂഷൻ ഫീസ് അടയ്ക്കാൻ വേണ്ടിയിട്ട്. നീ ഒരു കാര്യം ചെയ്യ്, ഒരു 7500 രൂപയെ സ്കൂളിന്റെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്ക്. ഇതെന്താണിത്? ഒരാളിവിടെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? മനുഷ്യന് ശമ്പളം ഒന്ന് കയ്യിൽ കിട്ടിയിട്ടേ ഉള്ളൂ. അപ്പോഴത്തേക്കും തുടങ്ങി പലചരക്ക് കട, സ്കൂൾ ഫീസ്, കറണ്ട് ബില്ല്, പിന്നെ അമ്മ പറയുന്നത് പാലിന് 2000 രൂപ കൊടുക്കണം. ഇത്രയൊക്കെ കൊടുക്കാൻ മാത്രമുള്ള വരുമാനം ഉണ്ടോ? ഇങ്ങനെയാണ് ഞാൻ ജോലിക്ക് വേണ്ട കാര്യമുണ്ടോ? കയ്യിൽ പൈസ കിട്ടിയത് അത് അങ്ങോട്ട് തീർന്നു. 11,500 അവിടെ, 1,800 ബില്ല് കറണ്ടിന്റെ, 2000 പാലിന്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ 7,500. ഇത് മാത്രമേ ഉള്ളൂ. ഇഷ്ടംപോലെ ചെലവുകൾ വേറെ ഇല്ലേ? 34,000 രൂപയാണ് എന്റെ സാലറി. ഒരു 10,000 എങ്കിലും മാസം അവസാനം കയ്യിൽ പിടിക്കാനില്ലെങ്കിൽ പിന്നെ ഞാൻ ഈ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നതിൽ എന്താ അർത്ഥമാണുള്ളത്? എടി, ഇതിൽ അനാവശ്യമായിട്ടൊന്നുമില്ല. ആവശ്യത്തിന് മാത്രമേ ഉള്ളൂ. നോക്ക്, കുഞ്ഞിന്റെ ട്യൂഷൻ ഫീസ് അടയ്ക്കാണ്ടിരിക്കാൻ പറ്റുമോ? അടയ്ക്കണം. കറണ്ട് ബില്ല് അടച്ചില്ലെങ്കിൽ ഒരു ഫ്യൂസ് ഒരു കൊണ്ടാവില്ലേ? പിന്നെ പാല് അത്യാവശ്യമല്ലേ ഒരു വീട്ടില്? ചായ കുടിക്കണ്ടേ? കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കണ്ടേ? ഭക്ഷണത്തിലുള്ള സാധനങ്ങൾ വാങ്ങണ്ടേ? എല്ലാം വേണ്ടത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ നീ എന്തിനാ ദേഷ്യപ്പെടുന്നേ? പിന്നെ ദേഷ്യം വരില്ല. ഞാൻ രാവിലെ ഓഫീസിൽ പോയിട്ട് വൈകുന്നേരം എങ്ങനെയാണെന്നോ തിരിച്ചു വരുന്നത്. നട്ടു ഒടിഞ്ഞു, പണിയെടുത്ത് നട്ടു ഒടിഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി എന്ന് വിചാരിച്ചിട്ടാണ് വരുന്നത്. ഞാനേ ഒരു സാധാരണ മനുഷ്യ സ്ത്രീയാണ്. ഈ പൈസ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള ആഗ്രഹം എനിക്കും ഉണ്ടാവും. ഈ 3-4 വർഷത്തിനുള്ളിൽ എങ്ങനെയെങ്കിലും കുറച്ച് സ്ഥലമോ എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് വല്ല ബിസിനസ് തുടങ്ങണമെന്ന് നിങ്ങളും കൂടിയിട്ടല്ലേ പറഞ്ഞത്? ഇങ്ങനെ ഉള്ള പൈസ മുഴുവൻ അതിന് ഇതെന്ന് പറഞ്ഞ് ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇതൊക്കെ നടത്തുക? നിങ്ങളും കൂടി ഒന്ന് മനസ്സ് വെക്കി ചെലവ് ചുരുക്ക്. പല സാധനങ്ങളും വെട്ടിക്കുറയ്ക്കാവുന്നതേ ഉള്ളൂ. 20,000 രൂപ ശമ്പളമുള്ള ആൾക്കാർ ജീവിക്കുന്നില്ലേ? അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് എന്റെ ഓഫീസിൽ. അവർക്ക് വീടും ഉണ്ട്, കാറും ഉണ്ട്, മക്കളും ഉണ്ട്, അവരുടെ വിദ്യാഭ്യാസം ഉണ്ട്, എല്ലാം ഉണ്ട്. 10,000 രൂപ ശമ്പളമുള്ള ആൾക്കാർ ജീവിക്കുന്നില്ലേ വളരെ അന്തസ്സായിട്ട് നല്ല രീതിയിൽ? ഇതെനിക്ക് 34,000 രൂപ ശമ്പളം കിട്ടിയിട്ട് അവസാനം കയ്യിൽ പിടിക്കാൻ 1 രൂപ പോലും ഇല്ലാന്ന് പറഞ്ഞാല് എന്തിനാണ് പിന്നെ ഞാൻ ജോലി ചെയ്യണത്? നിങ്ങളൊന്ന് പറഞ്ഞതാ. നിനക്ക് അരിശം വരുന്നുണ്ടല്ലേ? നീ 1 മാസം ജോലിക്ക് പോയിട്ടുള്ളൂ. ആ കിട്ടിയ പൈസ ഒന്ന് ചെലവായപ്പോ നിനക്ക് ഭയങ്കര വിഷം വരുന്നുണ്ട്. അപ്പൊ നീ എന്റെ കാര്യം ആലോചിച്ച് നോക്ക്. ഞാൻ ഇങ്ങനെ എല്ലാ മാസവും വർഷങ്ങളോളം ജോലി ചെയ്യാം, എന്നിട്ട് ആ പൈസ നിന്റെ കൈ കൊണ്ടേ തരാം. ഒരു കൈയും കണക്കില്ലാണ്ട് നീ അതിന് ഇതിനെന്ന് പറഞ്ഞിട്ട് വാരി വെച്ച് അങ്ങോട്ട് ചെലവാക്കുക. ലാസ്റ്റ് നോക്കുമ്പോഴോ 5 പൈസ കയ്യിലുണ്ടാവില്ല. അപ്പൊ നിനക്ക് എവിടെ പിടിച്ച് ചെലവാക്കണം എന്ന് അറിയാണ്ടല്ല നീ മനഃപൂർവ്വം ചെയ്യുന്നത്, അല്ലേ? സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസക്ക് വിലയുണ്ടാവുള്ളൂ. അല്ലാണ്ട് വേറൊരുത്തൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പൈസ ഇങ്ങനെ കൈ കൊണ്ടു തരുമ്പോ അതിന് 5 പൈസക്ക് വില കാണില്ല.
ഇത് നിനക്കൊന്ന് മനസ്സിലാക്കി തരണം, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഇനി അങ്ങോട്ട് കണ്ടു അറിഞ്ഞ പൈസ ചെലവാക്കാൻ പഠിക്കും. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മുടെ എല്ലാം ഉണ്ടാവുള്ളൂ.